പഠിച്ചത് മറക്കാതിരിക്കാൻ എങ്ങനെയാണ് പഠിച്ചത് മറക്കാതിരിക്കുക? പഠിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകാതെ മനഃപാഠം ചെയ്യുന്നത് ഏറ്റവും വലിയ പിഴവാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അതിൻ്റെ കാരണമെന്ത് എന്നിങ്ങനെ സ്വയം ചോദിച്ചാൽ ഓർമ്മ കുറേ കാലം ഉണ്ടാവും. അതിന് വേണ്ടത് ആവർത്തിച്ചുള്ള പഠനമാണ്. ഒരു പ്രാവശ്യം പഠിച്ചതുകൊണ്ട് ഓർമ്മ നിൽക്കില്ല. അതിന് ചില വഴികളുണ്ട്, നോക്കാം. പഠിച്ചതിന് ശേഷം 24 മണിക്കൂറിന് ശേഷം ഒരു റിവിഷൻ, 7 ദിവസം കഴിയുമ്പോൾ രണ്ടാമത്തെ റിവിഷൻ, 30 ദിവസത്തിനുള്ളിൽ മൂന്നാമത്തെ റിവിഷൻ. ഇങ്ങനെ എല്ലാത്തിനും നമ്മൾ ഓരോ കുറിപ്പുകൾ തയ്യാറാക്കണം. വായിക്കുന്നെല്ലാം വെറും കണ്ണിലൂടെ കടന്നു പോകാൻ നമ്മൾ വെറുതെ അനുവദിക്കരുത്. സ്വന്തം വാക്കുകളാൽ കുറിപ്പുകൾ തയ്യാറാക്കിയാൽ അത് വളരെ നല്ലതാണ്. ഈ കുറിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറുതും വ്യക്തവുമാകണം. അതിൽ പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും എഴുതിയിരിക്കണം. തലക്കെട്ടുകൾ, അടയാളങ്ങൾ, പ്രധാനപ്പെട്ട പോയിന്റ് എന്നിവ ഉപയോഗിക്കണം. എഴുതി പഠിക്കുമ്പോൾ കണ്ണ്, കൈ, തലച്ചോറ് എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കും. അതോടെ നമ്മുടെ ഓർമ്മശക്തി ശക്തമാകും. നിങ്ങൾ പഠിച്ചതിനെ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ വേറൊരാളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ വിചാരിച്ച് ശബ്ദത്തോടു കൂടി സ്വയം വിശദീകരിക്കണം. എനിക്ക് മറ്റൊരാളെ പഠിപ്പിക്കേണ്ടി വന്നാൽ അതെങ്ങനെയായിരിക്കും? ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഓർമ്മശക്തി ക്രമേണ വർദ്ധിക്കും. ചെറിയ സമയങ്ങളായി പഠിക്കുക, അതായത് ദീർഘസമയം തുടർച്ചയായി പഠിക്കുന്നത് വലിയ ഫലപ്രദമായ ഒരു കാര്യമല്ല. അതിന് മാർഗമെന്ന് പറയുന്നത് 25 മിനിറ്റ് പഠനം, 5 മിനിറ്റ് വിശ്രമം, പിന്നെയും പഠനം. ഇങ്ങനെ പഠിക്കുമ്പോൾ ശ്രദ്ധയും ഓർമ്മശക്തിയും വർദ്ധിക്കും. ശ്രദ്ധ മാറിപ്പോകുന്ന സമയങ്ങൾ ചിലതുണ്ട്, ചില കാര്യങ്ങളുണ്ട്. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, TV ഇവയെല്ലാം പൂർണ്ണമായും ഒഴിവാക്കണം. ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മസ്തിഷ്കം അതിനെ ശക്തമായി സൂക്ഷിച്ചു വയ്ക്കും. നല്ല ഉറക്കം വേണം. ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ നന്നായി ഉറങ്ങണം. ഉറക്കം കുറവാണെങ്കിൽ പഠിച്ചത് മസ്തിഷ്കത്തിൽ സ്ഥിരമായി നിൽക്കുവാൻ കഴിയില്ല. ദിവസവും 8 മണിക്കൂർ എങ്കിലും ഉറങ്ങണം. ഉറക്കത്തിന് മുമ്പ് മൊബൈൽ ഫോൺ ഒഴിവാക്കുക. ഉറക്കത്തിനിടയിലാണ് പഠിച്ച കാര്യങ്ങൾ ലോങ് ടൈം മെമ്മറിയായി മാറുന്നത്. ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിലേ ശക്തമായിട്ട് പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരികയുള്ളൂ. അതിന് പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണം, ശരിയായി വെള്ളം കുടിക്കണം. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാകുന്നത്. അങ്ങനെയുള്ള മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പഠിക്കണം. ടെൻഷൻ, പേടി, അമിതമായിട്ടുള്ള സമ്മർദ്ദം എന്നിവ ഓർമ്മശക്തി കുറയ്ക്കും. ഇതിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ധ്യാനം പരിശീലിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥന നടത്തുന്നത്, ഇവയെല്ലാം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന ഇടയങ്ങളാണ്. അത് ആയുധമായാലും ശരിയായ രീതിയിൽ അത് പഠിച്ചാൽ ഒന്നും ഒരിക്കലും നിങ്ങളെ വിട്ടു പോകുന്നതല്ല.